നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനയമ്പാടത്ത് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് മേൽ മറിഞ്ഞ സിമന്റ് ലോറിയിൽ ഇടിച്ച ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. സിമന്റ് കയറ്റി വന്ന ലോറിയെ ഇടിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറിയാണ് അമിത വേഗതയിൽ വന്നത്. അപകടമുണ്ടാക്കിയ 2 ലോറി ഡ്രൈവർമാർക്കെതിരെയും നരഹത്യക്ക് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയുടെ ഡ്രൈവർ അപകട സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്നും സംശയിക്കുന്നുണ്ട്. ഇക്കാര്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയ വിവരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ സൂചനകളുണ്ട്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി നിലമ്പൂർ സ്വദേശി പ്രജീഷ് ജോൺ ആണ് ഓടിച്ചത്. മുന്നിലുണ്ടായിരുന്ന ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊടുന്നനെ ബ്രേക്ക് ചവിട്ടി. ഇതോടെ തിരിഞ്ഞ ലോറിയുടെ പിൻവശം എതിരെ വന്ന സിമന്റ് ലോറിയുടെ മുൻവശത്തിടിച്ചു. സിമന്റ് ലോറിയുടെ ചില്ല് തകരുകയും നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. സിമന്റ് ലോറി 45 കിലോമീറ്റർ വേഗതയിലായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയും മിനുസമുള്ള പ്രതലവും മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി ബ്രേക്ക് ഇട്ടപ്പോൾ തെന്നാൻ കാരണമായെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞ സിമന്റ് ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ്, ഈ ലോറി ഇടിച്ച ലോറിയുടെ ഡ്രൈവർ പ്രജീഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മണ്ണാർക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയവരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. സിമന്റ് ലോറിയിൽ ഇടിച്ച ലോറിയുടെ ഡ്രൈവർ പിഴവ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പനയമ്പാടത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തുകയാണ്. അപകടത്തിൽ സിമന്റ് ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെതിരെയും കേസെടുക്കുകയായിരുന്നു. നരഹത്യ ചുമത്തിയാണ് കേസെടുത്തത്. ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എതിരെ വന്ന ലോറി ഓടിച്ച വഴിക്കടവ് സ്വദേശി പ്രജേഷിനെതിരെ നേരത്തെ തന്നെ നരഹത്യ ചുമത്തി കേസെടുത്തിരുന്നു. അപകടം തനിക്ക് പറ്റിയ പിഴവാണെന്ന് പ്രജീഷ് സമ്മതിച്ചതായാണ് പോലീസ് പറഞ്ഞത്. എതിരെ വന്ന പ്രജീഷ് ഓടിച്ച ലോറി സിമന്റ് ലോറി തട്ടുകയായിരുന്നു. ഇതോടെ സിമന്റ് ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു. വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ അശ്രദ്ധമായും അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുക്കുകയായിരുന്നു. റോഡിലെ പ്രശ്നപരിഹാരത്തിന് ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം പങ്കെടുത്ത് പ്രദേശവാസികളുമായി ചർച്ച നടത്തും. റോഡിലെ പ്രശ്നപരിഹാരത്തിന് കളക്ടറുടെ അധ്യക്ഷതയിൽ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം പങ്കെടുത്ത് പ്രദേശവാസികളുമായി ചർച്ച നടത്തി. വളവ് നികത്തുക, സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു. ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും കേട്ടു. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെ നടപടി ചർച്ച ചെയ്തു. ദീർഘകാല, ഹ്രസ്വകാലം എന്നിങ്ങനെ തിരിച്ചു നടപടി സ്വീകരിക്കും. ഇനിയൊരു അപകടമില്ലാതിരിക്കാൻ വേഗപ്പെടുത്തി നിയന്ത്രിക്കാൻ നടപടിയെടുക്കും. വളവ് നികത്തലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തനം നടത്തും. പോലീസ്, മോട്ടോർ വെഹിക്കിൾ, പൊതുമരാമത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന നടത്തുമെന്ന് മന്ത്രി വിശദീകരിക്കുകയായിരുന്നു. അതിനിടെ ഉറ്റ കൂട്ടുകാരികളുടെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ച കരിമ്പനക്കൽ ഹാളും പരിസരവും സങ്കടക്കടലിലായി. ഇടമുറിയാത്ത പ്രാർത്ഥനകൾക്കും നടുവിൽ അവർ വരിവരിയായി ചെന്ന കുട്ടികളെ ഓർന്നോക്ക് കണ്ടു. വിങ്ങിപ്പൊട്ടിയ ഉറ്റവരെ എങ്ങനെ ആശ്വസിപ്പിക്കാനെന്ന് അറിയാതെ ബന്ധുക്കളും തളരുകയായിരുന്നു. തളർച്ച അനുഭവപ്പെട്ട പലരും കസേരകളിലേക്ക് ചാഞ്ഞപ്പോൾ താങ്ങായും തണലായും നാട് ആ കണ്ണീരുകൾ ഒപ്പിയെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെ വീടുകളിലെത്തിച്ച 4 മൃതദേഹങ്ങളും രാവിലെ 8:30യോടെയാണ് കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. അടുത്തടുത്ത ഖബറുകളിലെ പച്ചമണ്ണിൽ കുത്തിവെച്ച മൈലാഞ്ചി ചെടികളെ ചുവട്ടിൽ 4 പേർക്കും ഒടുവിൽ അന്ത്യനിദ്ര. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.